സദാചാരത്തെ അനാചാരമാക്കലും അനാചാരത്തെ സദാചാരമാക്കലും വഹാബിസത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മദ്ഹബുകൾ 4 പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ ഇന്ന് 4000-ലധികം മദ്ഹബുകളുടെ വിതരണക്കാരായി മാറിയത് ചരിത്രത്തിലെ ഒരു കൗതുകം മാത്രം. നബിദിനാഘോഷവും ആണ്ടുനേർച്ചകളും അനിസ്ലാമികമെന്നലറി തെരുവുകളെ ഇളക്കിമറിച്ചവർ സലഫി ഫെസ്റ്റും താലപ്പൊലിയുമായി രംഗത്തു വന്നപ്പോൾ വിശ്വാസി സമൂഹം മൂക്കത്ത് വിരൽ വെച്ചുപോയി. മരണവീട്ടിലെ ഖുർആൻ പാരായണത്തിനും തഹ്ലീല് മജ്ലിസുകൾക്കുമെതിരെ കൊട്ടും കുരവയുമെടുത്തവർ തന്നെയാണ് നുണപറയൽ മത്സരങ്ങൾ നടത്തി റെക്സോണ സോപ്പുകൾ സ്വന്തമാക്കിയത്. വഹാബിസത്തിന്റെ ഇത്തരം മറിമായങ്ങളിലേക്കൊരെത്തിനോട്ടം. അപ്പോ അലവി സഖാഫിന്റെ ചോദ്യം എന്താ? ചോദ്യം എന്നറിയോ? ചോദ്യതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ, മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ഇങ്ങനത്തെ ഒരു മൗലിദ് ആഘോഷിച്ചിട്ടില്ല. لأن الابتداع في الدين ليس مباحا بإجماع المسلمين. മതത്തില് അനാചാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം ലോകത്തെ ഏകകണ്ഠമായ തീരുമാനപ്രകാരം അനുവദനീയമല്ല തന്നെ. ഫലം യബ്ഖ ഇല്ലാ മക്റൂഹൻ ഔ ഹറാമൻ. അതിനാൽ മൗലിദാഘോഷം ഒന്നുകിൽ വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമായ കാര്യം. नबी का झंडा हर घर में लहरा, पुकारो या रसूल अल्लाह या हबीब अल्लाह. مكحلا في خلع الوقار والمهابة يجلى. ولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى. صلى الله صلى عليه وينال البركات كل من صلى عليه. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിന് ഒരു തരത്തിലും എതിരല്ലെന്ന് പ്രമുഖ ഹദീസ് പണ്ഡിതനും മുജാഹിദ് നേതാവുമായ എ അബ്ദുസലാം സുല്ലമി പറഞ്ഞു. കണ്ടോ, ഓണസദ്യ കഴിക്കുന്നത് തെറ്റല്ലെന്ന് അബ്ദുസലാം സുല്ലമി പറഞ്ഞു. ജില്ലാ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് ഓപ്പൺ ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച് സദസ്സിൽ നിന്ന് ചോദ്യം ഉയർന്നത്. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാം മതത്തിന് വിരോധമുണ്ടെന്ന ചില മുസ്ലിം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനിടെയാണ് മുജാഹിദ് പണ്ഡിത നിലപാട് വ്യക്തമാക്കിയത്. 2006 മാതൃഭൂമി ഡിസംബർ 11 പുറത്തിറങ്ങിയ ആ പത്രത്തിൽ അത് കാണാം. അപ്പോ ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ആരാ പറയുന്നത്? എന്നോ അവസാനത്തിൽ പറയാൻ നബിദിനത്തിന് ചോറ് തിന്നാൻ പറ്റൂല. എടാ, ഓണത്തിന്റെ ചോറ് തിന്നാൻ നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. അതെന്താണ് വ്യത്യാസം? അത് നെയ്ച്ചോറ് മറ്റേ സദ്യയാണെന്നുള്ള വ്യത്യാസം.